ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അരങ്ങേറിയ നാടകീയ രംഗങ്ങളിൽ വിമർശനം കടുക്കുന്നു. ആര്യനും ജിസേലിനുമെതിരെ അനുമോൾ ഉയർത്തിയ ആരോപണങ്ങളാണ് വിമർശനത്തിന് കാരണമാകുന്നത്. ആര്യനെയും ജിസേലിനെയും താൻ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇരുവരും പുതപ്പിനടിയിൽ ഉമ്മവെച്ചുവെന്നുമാണ് അനുമോൾ ആരോപിച്ചത്. വയൽക്കാടായി എത്തിയ മസ്താനിയായിരുന്നു വിവാദത്തിന് തിരികൊളുത്തി വിട്ടത്. ആരോപണത്തിനെതിരെ ജിസേലും ആര്യനും രംഗത്തെത്തുകയും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. ശുദ്ധ അസംബന്ധമാണ് അനു പറയുന്നതെന്നാണ് ഇരുവരും പ്രതികരിച്ചത്. അതേസമയം ഇന്നലെയുണ്ടായ പൊട്ടിത്തെറിയിൽ കടുത്ത നിരാശയും വിമർശനവുമാണ് ബിഗ് ബോസ് ആരാധകർ ഉയർത്തുന്നത്. ഇത്രയും സദാചാരവാദികളായ മത്സരാർത്ഥികളെ ഒരു സീസണിൽ പോലും കണ്ടിട്ടില്ലെന്ന് ആരാധകർ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ഉടൻ തന്നെ അവതാരകനായ മോഹൻലാൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ചിലർ പറയുന്നത്. ഈ വീക്കെൻഡ് ലാലേട്ടൻ വരുമ്പോൾ തീർച്ചയായും ഈ വിഷയം ചോദിക്കണം. അകത്തുള്ളവരും വയൽക്കാടുകളും എല്ലാവരും കൂട്ടം കൂടി ജിസേലിനെ സ്ലട്ട് ഷേമിംഗ് ചെയ്യുന്നു. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ചിട്ടാണ് എല്ലാവരും ചീപ്പ് ഗെയിം കളിക്കുന്നത്. കുറച്ചു പേര് ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അത് കാണാൻ വേറെ കുറച്ചു പേര് കൂടി നിൽക്കുന്നു. ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടന്നാലോ ഇരുന്നാലോ കണ്ടു നിൽക്കുന്നവർക്ക് എന്താണ് കുഴപ്പം? അഥവാ അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ഇതൊക്കെ ടിവിയിൽ എയർ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്തായിരിക്കുമെന്ന് ഇവർക്കൊന്നും ഒരു ചിന്തയുമില്ലേ? ആരും ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും ഓരോരോ ഊഹാപോഹങ്ങൾ മാത്രം വെച്ച് ഓരോ കഥ മെനഞ്ഞ് ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ തീർച്ചയായും ഇക്കാര്യം ചോദ്യം ചെയ്യണം. ജിസേലിന് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചുണ്ടായ അപമാനം ഒരു സ്ത്രീ എന്ന നിലയിൽ ആർക്കും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കൂട്ടം കൂടി ഒരു സ്ത്രീയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് അങ്ങേയറ്റം കാടത്തവും ഹീനവുമായ പ്രവൃത്തിയാണ്. ഇത്തരം സദാചാര ആൾക്കൂട്ട വിചാരണകൾ പണ്ട് രാജഭരണകാലത്ത് നടന്നിരുന്ന പരിപാടിയാണ്. ഇത് 2025 ആണ്. ഇപ്പോഴും ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നത് തെണ്ടിത്തരമാണ്. വീണ്ടും പറയുന്നു, ഈ വിഷയം അവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു, ഒരാൾ ചൂണ്ടിക്കാട്ടി. മറ്റൊരു വിമർശനം ഇങ്ങനെ: എന്തൊരു മോശം സ്ത്രീയാണ് ഇവളൊക്കെ, വല്ല സ്റ്റാർ മാജിക്കിലും കിടക്കേണ്ട ഇതിനെയൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുവന്നവരെ പറഞ്ഞാൽ മതി. രണ്ടുപേർ തമ്മിലുള്ള പേഴ്സണൽ കാര്യം ഏറ്റവും മോശം രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവളൊക്കെ പുറത്ത് എന്തൊരു ഊളയായിരിക്കും. എല്ലാവരും തങ്കച്ചൻ വിതുരയെ പോലെയാണെന്ന അനുമോളുടെ വിചാരം. മലയാളി പ്രേക്ഷകരുടെ ഒരു സ്വഭാവം വെച്ച് ജിസേലിനെ പോലെ മോഡേണായ മോഡലിനെ ഇഷ്ടമാകില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് നിരന്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ആരോപണങ്ങളും അനുമോൾ ഉന്നയിക്കുന്നത്. ജിസേലും ആര്യനും ഇല്ലെങ്കിലും അനുമോൾക്ക് വേറെ കണ്ടന്റ് ഇല്ല. ഇത്രയും നികൃഷ്ട ജന്തു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. PR-ഉം കുറെ സീരിയൽ ഫാൻസും കാരണം ഇവളുടെ പാവകളിക്ക് വോട്ട് കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഷോയെ ഇഷ്ടപ്പെടുന്നൊരു മൈനോറിറ്റി ഉണ്ട്. അവർക്ക് അനുമോളെ പോലെ അട്ടർ ഫേക്കും ടോക്സിക്കുമായ മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. ആര്യന് ഹേറ്റേഴ്സ് കൂടുതലായതുകൊണ്ട് ഇതൊക്കെ വെളുപ്പിക്കപ്പെടുമായിരിക്കും എന്ന് കരുതി അനുമോൾക്ക് മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവാദമില്ല. നിങ്ങളാണ് ആര്യന്റെ സ്ഥാനത്തെന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. മോഹൻലാൽ വന്നിട്ടും കാര്യമില്ല. ഈ ഷോയ്ക്ക് താൻ കാരണമാണ് റേറ്റിംഗ് ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന അനുമോളെ ഏഷ്യാനെറ്റ് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. വിവരമുള്ളവർ ചിന്തിക്കൂ, ഈ സ്ത്രീ ഒരു സോഷ്യോപാത്ത് ആണ്. അവളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പോസ്റ്റിൽ പറയുന്നു.